ആലോചന പ്രാപിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന, ആത്മാവിൽ ജീവിക്കുന്നവരെ നാം തീരുകയും, ജഡമനുഷ്യനെ ലോകം പ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ്റെ ആലോചനകളെ വിട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ദൈവം തരുന്ന ആലോചന പ്രകാരം നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ആത്മാവിൽ ജീവിക്കുന്നവരായിത്തീർന്നത്. അങ്ങനെയുള്ളവർക്ക് മരണമില്ല. നിത്യജീവൻ അവർക്ക് അവകാശമാണ്. നിത്യജീവൻ അവർക്ക് ലഭിക്കേണ്ടതിനാണ്, അവർക്ക് നൽകേണ്ടതിനാണ് കർത്താവായ യേശുക്രിസ്തു താണഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40 ദിവസം അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ 2 ദൂതന്മാർ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, അല്ലയോ സഹോദരന്മാരെ, നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു അവൻ പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. ആ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അങ്ങനെ കർത്താവ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ അഥവാ ആത്മാവിനെ, സത്യത്തിൽ നമ്മളെ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തേണ്ട പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. എന്നാൽ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് വേണം പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കേണ്ടത്. അങ്ങനെ സകല ജാതികളെ ശിഷ്യരാക്കേണ്ടതിന് മുമ്പ് അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക് മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അവരെയാണ് നിത്യജീവന് വേണ്ടി കർത്താവ് ഒരുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകം പാടുമ്പോൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ ലോകത്തിലെല്ലാ ജാതികളുടെ അടുക്കലെയും പോയി ഈ സത്യസുവിശേഷം അവരോട് അറിയിക്കുകയും അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം നിത്യജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യും. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയാൽ ജീവിക്കുന്നവർക്കാണ് ദൈവം നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം മരിച്ചവരെയും അവനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ലെന്ന് നാം വായിക്കുന്നു. മരിച്ചവരുടെ ആലോചന നാം കേൾക്കരുത്. ആത്മാവിലുള്ള ആലോചന, ദൈവത്തിൻ്റെ ആലോചന, ദൈവഹിത പ്രകാരം ജീവിക്കുന്നവരുടെ ആലോചന, അവർ പറയുന്ന ആലോചന, ദൈവാലോചന കേട്ട് ആത്മാവിൻ്റെ ആലോചന കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നാം നിത്യതയിൽ പ്രവേശിക്കത്തുള്ളൂ. എന്നാൽ നാം ജീവനുള്ള യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ എന്തിന് അന്വേഷിക്കുന്നു? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ജീവനുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല സംശയങ്ങളും വരാം. എന്നാൽ മരിച്ച മോശ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒലിവ് മലയിൽ പ്രാർത്ഥനയുടെ സമയത്ത് വന്നത് നാം കണ്ടു. നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയും. എന്നാൽ മോശയെ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്ന വേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നത്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവയാണ്. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എന്നാൽ മോശയോടത് സംസാരിക്കുമ്പോൾ അബ്രഹാം ജീവിച്ചിരിപ്പില്ല, ഇസഹാക്ക് ജീവിച്ചിരിപ്പില്ല, യാക്കോബ് ജീവിച്ചിരിപ്പില്ല. എന്നാൽ അവർ മരിച്ചപ്പോൾ, ജഡമരണം അവരിൽ സംഭവിച്ചപ്പോഴും അവർക്ക് മരണമില്ല. അവൻ ജീവനുള്ളവരുടെ പരദീസയിലുണ്ട്. അവർ ജീവനുള്ളവരുടെ പരദീസയിൽ ഇന്നുണ്ട്. കാരണം യേശുക്രിസ്തു മരിച്ചിട്ട് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. വൃതന്മാരെ പിടിച്ചുകൊണ്ട് കരയേറിപ്പോയി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അതുകൊണ്ടാണ് 24-ാം അധ്യായം നാം വായിക്കുമ്പോൾ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്?
ആത്മീയ മരണം സംഭവിച്ച മനുഷ്യൻ്റെ അടുക്കൽ, അവരുടെ അടുക്കൽ പോയി ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കരുത്. ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നവർ, അവരുടെ അടുക്കൽ മാത്രമേ ആത്മീയ ആലോചനകൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കരുത്. ജീവനുള്ളവരുടെ ഇടയിൽ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുക. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സർവകൃപാലയ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിൻ്റെ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ച കർത്താവായ യേശു ക്രിസ്തു മാത്രമേ നമുക്ക് നിത്യജീവൻ നൽകുകയുള്ളൂ. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുക. വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ സർവകൃപാലയ ദൈവം തൻ്റെ പുത്രനെ അയക്കും. യേശു ക്രിസ്തു രാജാവായി ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന് 1000 വർഷം നാം കർത്താവിനോട് കൂടെ ഈ ഭൂമിയിൽ ഭരിക്കുകയും ശേഷം നിത്യ യുഗായുഗങ്ങൾ നാം ദൈവത്തോടു കൂടെ വസിക്കുകയും ചെയ്യും. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.